നമസ്കാരം. പ്രധാന വാർത്തകൾ. എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ സിപിഐക്കും ആർജെഡിക്കും രമേശ് ചെന്നിത്തലയുടെ രൂക്ഷ വിമർശനം. ഇടതുമുന്നണി യോഗത്തിൽ ഇരു പാർട്ടികളും പാലിച്ച മൗനം നട്ടെല്ലില്ലായ്മ. മദ്യക്കമ്പനിയെ ആദ്യം മുതൽ എതിർക്കുന്നവർ നിലപാട് മാറ്റിയത് അഴിമതി പണത്തിന്റെ പങ്കുപറ്റിയാണോ എന്ന് വ്യക്തമാക്കണം. എം പി രാജേഷിന് മന്ത്രിപ്പണിക്കൊപ്പം മദ്യക്കമ്പനിയുടെ PRO പണിയും. പിണറായി വിജയൻ പറഞ്ഞതൊന്നും ഇന്നുവരെ നടന്നിട്ടില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. എലപ്പുള്ളി മദ്യക്കമ്പനി വിഷയത്തിൽ CPM UDF-ഉമായി ധാരണയുണ്ടാകുമോ എന്ന് സംശയമുണ്ട്. ശശി തരൂർ മാത്രമല്ല VD സതീശനും പിണറായിയെ അംഗീകരിക്കുന്നു. പന്നി പറ്റതുപോലെയാണ് കേരളത്തിൽ PSC എന്നും ശമ്പള വർധനവ് ഭീകരക്കൊള്ളയെന്നും കെ സുരേന്ദ്രൻ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രചരണം ശക്തമാക്കി CPM. 25-ന് നടത്തുന്ന പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം ഏരിയ തലത്തിൽ കാൽനട ജാഥകൾ. സമ്പന്നരോടുള്ള വിധേയത്വം വെളിപ്പെടുത്തുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഖ. ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ KCBC. സർക്കാർ യുവാക്കളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ബ്രൂവറി വിഷയത്തിൽ നിലപാട് മാറ്റിയില്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരം ആരംഭിക്കുമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ബിഷപ്പ് യുഹനോൻ മാർ തെയഡോസ്. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ 5 പേർ പിടിയിൽ. പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത് തിരുവല്ലോമല, പാലക്കാട് സ്വദേശികൾ. പതിവായി പന്നികളെ പിടികൂടി ഇറച്ചി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ അംഗങ്ങളാണ് അറസ്റ്റിലായവരെന്ന് പോലീസ്. വള്ളുവനാടൻ ഉത്സവക്കാഴ്ചയുടെ സമഗ്ര സൗന്ദര്യമായി കാട്ടുകുളം പരിയാനംപറ്റ പൂരം. കാവിലേക്കൊഴുകിയെത്തിയത് ദൃശ്യവിസ്മയങ്ങളുടെ അപൂർവ ചാരുത. 14 ദേശങ്ങൾക്ക് ഇനി അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പും ഒരുക്കങ്ങളും. വാർത്തകൾ വിശദമായി. എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ CPIയുടെയും RJDയുടെയും നിലപാട് മാറ്റം നട്ടെല്ലില്ലായ്മയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. മന്ത്രി MP രാജേഷ് മദ്യനിർമ്മാണ കമ്പനിയുടെ PROയെ പോലെയാണ് പെരുമാറുന്നതെന്നും രമേശ് ചെന്നിത്തല പാലക്കാട്ട് പറഞ്ഞു. ഒയാസിസ് കമ്പനിയുടെ PRO ആയി മന്ത്രി MP രാജേഷ് തരം താഴ്ന്നിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. എലപ്പുള്ളിയിൽ ബ്രൂവറി പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള LDF തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശത്ത് പദ്ധതി അനുവദിക്കില്ലെന്ന് CPIയും RJDയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മുന്നണി യോഗത്തിൽ ഇരു പാർട്ടികളും ഒന്നും പറഞ്ഞില്ല. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാനുള്ള നട്ടലില്ലെന്ന് 2 പാർട്ടികളും തെളിയിച്ചു. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്തു മറന്ന അവസ്ഥയിലായി CPIയും RJDയും. ഇടതുമുന്നണിയുടെ യോഗം ചേർന്നപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്തു മറന്ന പോലെയാണ് ഈ 2 കക്ഷികൾ നിലപാട് സ്വീകരിച്ചത്. അവരെ ഇതിനെപ്പറ്റി ഒരു അക്ഷരം അറിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം വരെ അതിതീവ്രമായ നിലപാടുകൾ സ്വീകരിച്ച CPIയും RJDയും എന്താണ് നിലപാട് മാറ്റിയത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി പറയുന്നതിനെതിരെ ഒരു അക്ഷരം സംസാരിക്കാനുള്ള നട്ടല് ഈ 2 പാർട്ടികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒയാസിസ് കമ്പനി സാമ്പത്തികമായി സഹായിച്ചതിനാലാണോ നിലപാട് മാറ്റിയതെന്ന് ഇരു പാർട്ടികളും വ്യക്തമാക്കണം. സ്വാഭാവികമായ സംശയമാണ്. പ്ലാച്ചിമട സമരത്തിൽ സജീവമായിരുന്ന 2 പാർട്ടികളുടെയും നിലപാട് മാറ്റം കാണുമ്പോൾ അങ്ങനെയും സംശയിക്കാം. എക്സൈസ് മന്ത്രി MP രാജേഷ് ഒയാസിസ് കമ്പനിയുടെ PROയെ പോലെയാണ് പെരുമാറുന്നത്. ക്യാബിനറ്റ് തീരുമാനത്തിൽ പോലും കമ്പനിയുടെ വാഴ്ത്തുപാട്ടുകളാണ്. കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണ് എലപ്പുള്ളി. വെള്ളം കിട്ടാതെ 2 വിളവെടുത്തിരുന്നത് 1 വിളവാക്കാൻ കർഷകർ നിർബന്ധിതരായി. അവിടെയാണ് മദ്യക്കമ്പനിക്ക് അകമഴിഞ്ഞ പ്രോത്സാഹനം നൽകുന്നത്. LDF നീക്കങ്ങൾക്കെതിരെ പോരാട്ടം ശക്തമാക്കുമെന്നും രമേശ് ചെന്നിത്തല പാലക്കാട്ട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പിണറായി വിജയൻ പറഞ്ഞതൊന്നും ഇന്നുവരെ നടന്നിട്ടില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സിൽവർ ലൈനും ശബരിമല സ്ത്രീ പ്രവേശനവും ഇതിന് ഉദാഹരണമാണ്. ശശി തരൂർ മാത്രമല്ല VD സതീശനും പിണറായി വിജയനെ അംഗീകരിക്കുന്നുണ്ടെന്നും കെ സുരേന്ദ്രൻ പാലക്കാട്ട് പറഞ്ഞു. മദ്യക്കമ്പനി വിഷയത്തിൽ ഇടതുപക്ഷം UDF-ഉമായി ധാരണയുണ്ടാക്കുമോ എന്ന് സംശയമുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. UDF-ന് ഇതിൽ ഒരു കള്ളക്കളിയുണ്ട്. CPIയെ വിശ്വസിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവർ ഭയന്നു നിൽക്കുന്നു. PSC ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. പന്നി പറ്റതുപോലെയാണ് കേരളത്തിൽ PSC. ഉത്തർപ്രദേശിൽ 9 പേരെയുള്ളൂ. ഭീകരമായ കൊള്ളയാണ് നടക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഈ സർക്കാർ വരുമ്പോൾ
ആശാ വർക്കർമാരുടെ ഓണറേറിയം എന്തായിരുന്നു എന്നെങ്കിലും ആ മന്ത്രി ഒന്ന് പരിശോധിക്കണം. 2014 കേന്ദ്രം നൽകിയ പണം എത്രയായിരുന്നു, ഇപ്പോൾ എത്രയാണ് കൊടുക്കുന്നത്? ഇവിടെ ആശാ വർക്കർമാരുണ്ടല്ലോ. ഇതുപോലത്തെ പച്ചക്കള്ളമാണ് ആവർത്തിക്കുന്നത്. 1 ലക്ഷം രൂപ ശമ്പളം വർദ്ധിപ്പിക്കാൻ എവിടുന്നാണ് ഇവർക്ക് കാശ്? ഇത്രയധികം പന്നി പറ്റതുപോലെയാണ് കേരളത്തിൽ PSC മെമ്പർമാർ. എന്താ ആവശ്യമുള്ളത്? ഇവിടെ എവിടെ പരീക്ഷ നടക്കുന്നു? പന്നി പറ്റതുപോലെ UPSCയിലോ അല്ലെങ്കിൽ മറ്റ് ഉത്തർപ്രദേശിൽ 9 പേരേ ഉള്ളൂ. ഇവിടെ എത്ര ആളെ വച്ചിരിക്കുന്നത്? സകല DYFIക്കാരെ AYFകാരെയും അവനെയും ഇവനെയൊക്കെ PSC മെമ്പർമാരാക്കി കാറും കൊടുത്ത് ഇപ്പോൾ 1 ലക്ഷം കൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊക്കെ കാശുണ്ട്. അതിനൊന്നും കേന്ദ്രത്തിനെ പറ്റി പറയുന്നില്ല. ഇവരെല്ലാവരും ഖജനാവ് കൊള്ളയടിക്കുകയാണ്. ശശി തരൂർ മാത്രമല്ല, VD സതീശനും പിണറായി വിജയനെ അംഗീകരിക്കുന്നുണ്ടെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. കുഴപ്പം ചെയ്തില്ല എന്ന് സുധാകരൻ പറഞ്ഞല്ലോ. അപ്പോൾ ശശി തരൂർ പറഞ്ഞത് മാത്രമല്ല, VD സതീശനും പിണറായി വിജയനെ സഹായിക്കല്ലേ? കേരളത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം കേന്ദ്രം ഉണ്ടാക്കുന്നതാണെന്നല്ല പിണറായി വിജയൻ്റെ വാദം, അതേപോലെ അംഗീകരിക്കല്ലേ? അപ്പോൾ VD സതീശന് എന്ത് പ്രതിപക്ഷമാണ്? അത് പ്രതിപക്ഷമേ അല്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പീച്ചിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രഭാകരന്റെ താമര വെള്ളച്ചാലിലെ വീട്ടിലെത്തി റവന്യൂ മന്ത്രി കെ രാജൻ അന്ത്യോപചാരം അർപ്പിച്ചു. പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിലെ 5 ലക്ഷം രൂപയും മന്ത്രി കൈമാറി. കഴിഞ്ഞ ദിവസമാണ് മകനും മരുമകനുമൊപ്പം ഉൾവനത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രഭാകരൻ കൊല്ലപ്പെട്ടത്. അതിനെ തുടർന്ന് അകക്കാട്ടുകളിലേക്ക് ആളുകളെല്ലാവരും പോയിരിക്കുകയാണെന്ന് ഉള്ള വിവരം ഔപചാരികമായിട്ട് നൽകുന്നത്. ഞാൻ മിനിറ്റുകൾക്കകം യോഗം നടക്കുമ്പോൾ തന്നെ ADMന് സന്ദേശം അയച്ച് ADMും നമ്മുടെ വൈൽഡ് ലൈഫ് DFOയും ഇവിടുത്തെ പീച്ചി DFOയും അക്കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വിവരം നൽകുകയുണ്ടായി. ക്യാബിനറ്റിൽ തന്നെ ഈ വിഷയം പറഞ്ഞു. ഇങ്ങനൊരു ദുരന്തം പെട്ടെന്നുണ്ടായ ഒരു അനുഭവം ഉണ്ടായി എന്ന കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രി അതിനെ തുടർന്ന് 2 മന്ത്രിമാരോടും, റവന്യൂ മന്ത്രിയോടും ഫോറസ്റ്റ് മന്ത്രിയോടും അടിയന്തരമായി കൂടിയാലോചിച്ച് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളണം എന്ന് നിർദ്ദേശിക്കുന്നു. സമ്പന്നരോടുള്ള വിധേയത്വം വെളിപ്പെടുത്തുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഖ. ബജറ്റിൽ കേരളം കൊടിയ അവഗണന നേരിട്ടുവെന്നും സലീഖ പറഞ്ഞു. CPIM പട്ടാമ്പി ഏരിയ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ വടനംകുറിശ്ശിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KS സലീഖ. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPM സംഘടിപ്പിക്കുന്ന പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് പട്ടാമ്പി ഏരിയ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. വാടാനംകുറിശ്ശി റെയിൽവേ ഗേറ്റ് പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ CPM ലോക്കൽ സെക്രട്ടറി PP വിജയൻ അധ്യക്ഷത വഹിച്ചു. NP വിനയകുമാർ, ജാഥ ക്യാപ്റ്റൻ T ഗോപാലകൃഷ്ണൻ, TK നാരായണദാസ്, സുബൈദ ഇസഹാഖ്, AV സുരേഷ്, TV ഗിരീഷ്, K അശോകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്പന്നന്മാർക്ക് കോട്ടമുണ്ടാകാതെ ഓരോ ബജറ്റുകളും അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന അവരുടെ സമ്പന്നരോടുള്ള കടപ്പാട് ബോധ്യപ്പെടുത്തുന്നതാണ് അവരുടെ ബജറ്റുകൾ എന്നത് ഈ അവസാനത്തെ ബജറ്റും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. എന്താ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റിന്റെ അവതരണ വേളയിൽ പറഞ്ഞത്? ഇന്ത്യ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുകൊണ്ട് പൊതുമേഖലയിൽ വലിയ രൂപത്തിലുള്ള സ്വകാര്യവൽക്കരണം നടക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഘട്ടത്തിലും അവരൊരു പദ്ധതി രൂപകൽപ്പന ചെയ്തിരുന്നു, പൊതുമേഖലയെ വിറ്റ് ഖജനാവിലേക്ക് പണം സമാഹരിക്കാൻ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അർഹമായ വിഹിതം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 25-ന് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം പാലക്കാട് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ജാഥയുടെ 2ാം ദിവസ പര്യടനം പറളിയിൽ സമാപിച്ചു. പറളി ചന്തപ്പുരയിൽ നടന്ന സമാപന സമ്മേളനം KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. 25-ന് നടത്തുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമായാണ് CPM പാലക്കാട് ഏരിയ കാൽനട ജാഥ നടത്തുന്നത്. ചന്തപ്പുരയിൽ നടന്ന സമാപന സമ്മേളനം KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. വുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളായി. എന്നാൽ ഇത്തവണ CPM ഏറ്റെടുക്കുന്ന പ്രക്ഷോഭം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭമാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന ചോദ്യം മലയാളികളുടെ പ്രിയപ്പെട്ട കഥാകാരൻ മരണം വരെ ഞാൻ കോൺഗ്രസ് ആയിരിക്കും എന്ന് സമീപകാലത്തും പ്രഖ്യാപിച്ച കഥാകാരൻ T പത്മനാഭനാണ് ചോദിച്ചത്. ആ ചോദ്യം അദ്ദേഹം ഉന്നയിച്ചത് ഫെബ്രുവരി 1-ാം തീയതിയിലെ
കേന്ദ്ര ബജറ്റ് പ്രസംഗം കണ്ടതിനു ശേഷമാണ്. ആ രൂപത്തിൽ മലയാളികൾക്ക് ചിന്തിക്കേണ്ടി വരുന്ന കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. CPM പാലക്കാട് ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി, ജാഥ ക്യാപ്റ്റൻ TK നൌഷാദ്, അഡ്വക്കേറ്റ് പ്രമോദ്, ഡോക്ടർ P സരിൻ എന്നിവർ സംസാരിച്ചു. CPM പറളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അശോക് കുമാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ നടത്തുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം ആരംഭിച്ച CPIM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി ജാഥയ്ക്ക് ഷൊർണൂർ മുണ്ടായിയിൽ നിന്ന് തുടക്കം. ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് നയിക്കുന്ന പ്രചരണ ജാഥ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയും വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെയും 25-ന് CPM നടത്തുന്ന പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത്. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് നയിക്കുന്ന കാൽനട പ്രചരണ ജാഥ സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിന് തരണം അതിന്റെ വിഹിതം എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന നികുതിയുടെ വിഹിതം സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടത് എന്നതിന് നമ്മുടെ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നികുതി അവരാന്നും പിരിക്കുന്നത്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാരാണ് പിരിച്ചിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ ഗവൺമെന്റ് വന്നപ്പോൾ അവർ പിരിക്കാൻ തുടങ്ങി. ഈ ഇരിക്കുന്നവരൊക്കെ നിങ്ങളൊക്കെ നികുതി കൊടുക്കണവരാവും. ഇതിൽ നികുതി കൊടുക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരും കൊടുക്കേണ്ട നികുതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നികുതി ഏതാ? ഏറ്റവും വലിയ തുക നികുതിയായിട്ട് ലഭിക്കുന്നത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയാണ്. സ്വാഗത സംഘം ചെയർമാൻ M നാരായണൻ അധ്യക്ഷത വഹിച്ചു. S കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C അബ്ദുൽ ഖാദർ, U രാജഗോപാൽ, MK ജയപ്രകാശ്, M സുരേന്ദ്രൻ, P സിന്ധു, CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, സ്വാഗത സംഘം കൺവീനർ T മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. പ്രചരണ ജാഥയിൽ K സുരേഷ് വൈസ് ക്യാപ്റ്റനും U രാജഗോപാൽ മാനേജരുമാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CPM പട്ടാമ്പി ഏരിയ കാൽനട പ്രചരണ ജാഥയുടെ വ്യാഴാഴ്ചത്തെ പര്യടനം ഓങ്ങല്ലൂർ പാറപ്പുറത്തു നിന്ന് ആരംഭിച്ചു. 4 ദിവസത്തെ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിച്ചു. 23-ന് തൃത്താല കൊപ്പത്ത് ജാഥ സമാപിക്കും. CPM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണനാണ് ജാഥ നയിക്കുന്നത്. ഓങ്ങല്ലൂർ ടൗണിലെ സ്വീകരണ യോഗത്തിൽ U അജയകുമാർ, T ഗോപാലകൃഷ്ണൻ, സുബൈദ ഇസ്ഹാഖ്, NP വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ ദിനത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം ലഭിച്ചു. 23-ന് തൃത്താല കൊപ്പത്ത് ജാഥ സമാപിക്കും. CPM പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് ഏരിയ കാൽനട ജാഥ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. S കൃഷ്ണദാസ് നയിക്കുന്ന CPM ഒറ്റപ്പാലം ഏരിയ കാൽനട പ്രചരണ ജാഥയുടെ ആദ്യ ദിന പര്യടനം ഷൊർണൂർ നഗരത്തിൽ നിന്ന് ആരംഭിച്ചു. ഫെബ്രുവരി 22 വരെയാണ് പ്രചരണ ജാഥ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ 25-ന് നടത്തുന്ന പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് ഏരിയ തലത്തിൽ ജാഥകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നികുതി കൊള്ളയാരോപിച്ച് അനങ്ങനടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വില്ലേജ് ഓഫീസ് ധർണ നടത്തി. പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. കൊള്ളയടിച്ച് സാധാരണക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇത്തരം ഒരു ധർണ നമ്മളുമായി മുന്നോട്ട് പോകുന്നത്. എന്താണ് വിഷയം? ഇവിടെ കേരള സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബാലഗോപാൽ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ സാധാരണക്കാരനെ സഹായിക്കേണ്ട ഗവൺമെന്റ് അതിൽ നിന്ന് പുറകോട്ട് പോകുമ്പോ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെന്നുള്ള ഉത്തമ ബോധ്യം ഏറ്റെടുത്തുകൊണ്ടുകൊണ്ടതിനെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുരളീധരൻ വെള്ളാട്ട് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് കാരുംകുളം സ്വാഗതം പറഞ്ഞു. UDF നേതാക്കളായ MP പ്രേമൻ, ഉണ്ണീൻകുട്ടി, രാജു ചാക്കോ, V രാജേഷ്, മുസ്തഫ പടിയത്ത്, P ശിവദാസ്, P കൃഷ്ണദാസ്, T മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ 5 പേർ പിടിയിൽ. തിരുവല്ലാമല പാലക്കാട് സ്വദേശികളാണ് പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത്. തിരുവല്ലാമല പാലക്കാട് സ്വദേശികളായ സനീഷ്, മോനു, പ്രകാശൻ, രാജേഷ്, പെരുമാൾ എന്നിവരാണ് പിടിയിലായത്. ഇതിൽ മോനു പാലക്കാട് സ്വദേശിയും മറ്റുള്ളവർ തിരുവല്ലാമല, പഴയന്നൂർ സ്വദേശികളുമാണ്. കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ വളപ്പിൽ നിന്ന് കിട്ടിയ സെല്ലോ ടാപ്പ് ഒട്ടിച്ച പന്തുപോലുള്ള വസ്തു കുട്ടികൾ തട്ടിക്കളിച്ചത്. ഇതിനിടെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് നിസ്സാര പരിക്കേറ്റു. കാട്ടുപന്നിവേട്ടയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ പന്നിപ്പടക്കങ്ങളിൽ ഒന്നാണ് പൊട്ടിത്തെറിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളുടെ വീടുകളിൽ നിന്ന് പാകം ചെയ്ത പന്നിയിറച്ചിയും പന്നിപ്പടക്കവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പതിവായി പന്നികളെ പിടികൂടി കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ അംഗങ്ങളാണ് അറസ്റ്റിലായവരെന്നും പോലീസ് പറഞ്ഞു. പ്രതികൾ പന്നിയിറച്ചി വിൽപ്പനയിലൂടെ വലിയ വരുമാനം നേടിയിരുന്നതായും പോലീസ് അറിയിച്ചു. പഴയന്നൂർ CI മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് സമീപം KSEB കേബിൾ തട്ടി ഓട്ടോറിക്ഷയുടെ ചില്ല് തകർന്നു. ഓട്ടോ ഡ്രൈവർക്ക് കൈക്ക് സാരമായി പരിക്കേറ്റു. നഗരത്തിലെ വൈദ്യുതി ലൈൻ നവീകരണത്തിന്റെ ഭാഗമായുള്ള കരാർ ജോലിക്കിടെയാണ് തൊഴിലാളികൾ അഴിച്ച ലൈൻ ഓട്ടോറിക്ഷയുടെ ചില്ലിൽ തട്ടിയത്. പരിക്കേറ്റ ഡ്രൈവറെ ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനത്തിന്റെ ചില്ല് മാറ്റിക്കൊടുക്കുമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ KCBC നിലപാട് മാറ്റിയില്ലെങ്കിൽ സർക്കാരിനെതിരെ സമരം ആരംഭിക്കുമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി വ്യക്തമാക്കി. ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് KCBC മദ്യവിരുദ്ധ സമിതി രംഗത്തെത്തിയത്. സർക്കാർ യുവാക്കളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് KCBC ആരോപിച്ചു. ബ്രൂവറി വിഷയത്തിൽ നിലപാട് മാറ്റിയില്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരം സംഘടിപ്പിക്കുമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ബിഷപ്പ് യൂഹനാൻ മാർ തൈഡോസ് പറഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും പ്രകടന പത്രികയിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയെന്നും ബിഷപ്പ് കുറ്റപ്പെടുത്തി. പ്രതിഷേധക്കുറിപ്പ് നൽകി, അതിനെ വകവയ്ക്കുന്നില്ല. മാത്രമല്ല, പാർട്ടിയിലുള്ള ഘടകകക്ഷികൾ പോലും ഇതിന് വിരുദ്ധ നിലപാടെടുക്കുമ്പോൾ ഇതെങ്ങോട്ടുള്ള പോക്കാണ്? ഇത് ആരോടുള്ള പ്രതികാരം വീട്ടലാണെന്നുള്ള ചോദ്യമാണ്. നന്മയ്ക്കായിട്ടാണോ അതോ മറ്റെന്തെങ്കിലും കാര്യസാധ്യത്തിനായിട്ടാണോ എന്നുള്ള ഒരു സംശയം കടന്നു വരുന്നു. ഇവിടെ ജലം ഊറ്റിക്കുടിക്കുന്നു എന്നുള്ളത് മാത്രമല്ല വിഷയം. പുരോഗമനം ഉണ്ടെന്ന് ഇവർ പറയുന്നു. അതെങ്ങനെയാ സാധിക്കുക? മനുഷ്യന് ആരോഗ്യമില്ലെങ്കിൽ, കുടുംബമില്ലെങ്കിൽ, വ്യക്തികൾ ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ തൊഴിൽ സാധ്യത എവിടെയാ? കുടുംബമില്ലെങ്കിൽ പിന്നെ ആരോഗ്യം എന്തിനാ? ഇതൊക്കെയല്ലയോ നമ്മുടെ സമൂഹത്തെ നിലനിർത്തുന്നത്. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധം നടത്തും. തീർച്ചയായിട്ടും വരുന്ന 26-ാം തീയതി ഞങ്ങളുടെ ആനുവൽ വാർഷികമാണ്. അവിടെ വെച്ച് ഞങ്ങൾ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടിയിട്ട് നിശ്ചയമായിട്ടും സഭയുടെ മനസ്സ്, പ്രതിഷേധം, പൊതുജനത്തിന്റെ മനസ്സ് ഞങ്ങൾ അറിയിക്കും. വലിയ ഒരു റിക്വസ്റ്റ് ഞങ്ങൾ സമർപ്പിക്കുന്നത്, ദയവായിട്ട് അതിനു മുമ്പേ ഈ തീരുമാനത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം. അത് ന്യൂസ് ബ്യൂറോ, തൃശൂർ. റെയിൽവേ ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ പാലക്കാട് DRM ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ജോലിഭാരം കുറയ്ക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ. ജോലിഭാരം കുറയ്ക്കുകയും വേതന വർധനവ് നടപ്പിലാക്കുകയും വേണമെന്നാവശ്യപ്പെട്ടാണ് റെയിൽവേ ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ പാലക്കാട് DRM ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്നും NPS, UPS എന്നിവ ഒഴിവാക്കി OPS നടപ്പിലാക്കണമെന്നും ട്രെയിനിംഗ് സമയം ദീർഘിപ്പിക്കണമെന്നും വിശ്രമ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തണമെന്നും വേതന വർധനവും മറ്റ് ആനുകൂല്യങ്ങളും നടപ്പാക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. ധർണയ്ക്ക് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, സെക്രട്ടറി KC ജെയിംസ്, RG പിള്ള എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വള്ളുവനാടൻ ക്ഷേത്ര ഉത്സവത്തിന്റെ സമഗ്ര സൗന്ദര്യമായി പരിയാനംപറ്റ പൂരം. 14 ദേശങ്ങളുടെ അധിപതിയായ പരിയാനംപറ്റ ഭഗവതിയുടെ സന്നിധിയിലേക്ക് കഴിഞ്ഞ സായാഹ്നത്തിൽ ഒഴുകിയിറങ്ങിയത് ഉത്സവചാരുതയുടെ പൂർണ്ണതയാണ്. ദൃശ്യവിസ്മയങ്ങളുടെ അപൂർവ സുന്ദര ലോകമാണ് പരിയാനംപറ്റ പൂരം സൃഷ്ടിച്ചത്. 7 തട്ടുള്ള തേര്, ആവേശത്തിന്റെ ആകാശം തൊട്ട കുതിരകൾ, കാർഷിക പാരമ്പര്യത്തിന്റെ ഓർമ്മകൾ ഉണർത്തി ഇണക്കാളകൾ, അനുഷ്ഠാന പുണ്യത്തിന്റെ ഒറ്റക്കാളകൾ, പ്രൗഢമായ ഗജരാജനിര, പൂതൻ, തിറ, ചവിട്ടുകളി സംഘങ്ങൾ. വർണ്ണിച്ചാൽ തീരില്ല ഈ കാഴ്ചയുടെ വിസ്മയം.
വടക്കുകിഴക്ക് പടിഞ്ഞാറൻ പൂരങ്ങൾ ക്രമപ്രകാരം ക്ഷേത്രാങ്കണത്തിലിറങ്ങി ഭഗവതിയെ വണങ്ങി മടങ്ങി. രാത്രി തായമ്പക, ബാലെ എന്നിവയുമുണ്ടായി. രാവിലെ 12ാമത്തെ ആറാട്ടിന് ശേഷം പഞ്ചാരിമേളത്തോടെ തിരിച്ചെഴുന്നള്ളത്ത്. 14 ദേശങ്ങൾക്ക് ഇനി 1 വർഷത്തെ കാത്തിരിപ്പ്, ഒപ്പം ഒരുക്കങ്ങളും അടുത്ത പൂരത്തിനായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഏത് ആഘോഷങ്ങൾ കഴിഞ്ഞാലും പിന്നെ പണി ഹരിതകർമ്മസേനയ്ക്ക്. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ച് കച്ചവടക്കാരും പൊതുജനങ്ങളും വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് സാമഗ്രികളും മറ്റ് വസ്തുക്കളും നിറഞ്ഞ ക്ഷേത്രാങ്കണവും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കുന്ന തിരക്കിലാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഹരിതകർമ്മ സേന പ്രസിഡന്റ് പ്രേമ, മറ്റു ഭാരവാഹികളായ KR ഗീത, CK പത്മാവതി എന്നിവരുടെ നേതൃത്വത്തിൽ 8 അംഗ സേനയാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ഗ്രാമപഞ്ചായത്ത് മെമ്പർ അജിത രവികുമാറും ഒപ്പമുണ്ട്. 17-ാം തീയതി കോഴിമാമ്പറമ്പിലെ പൂരം കഴിഞ്ഞ് അനുബന്ധിച്ചിട്ടുള്ള പൂരപ്പറമ്പ് വൃത്തിയാക്കൽ ഞങ്ങൾ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ഇവിടെ വൃത്തിയാക്കുകയാണ്. എല്ലാ കൊല്ലവും ചുട്ടുപൊള്ളുന്ന വെയിൽ ഞങ്ങൾ വകവയ്ക്കാതെ ഇവിടെ വൃത്തിയാക്കാറ് ചെയ്യുന്നതും ആണ്. ഈ കൊല്ലവും 2 ദിവസമായി തുടങ്ങിയിട്ട് ഇന്നത്തോണ്ട് അവസാനിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. അവസാനിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. മണ്ണൂർ ജംഗ്ഷൻ കോഴിച്ചുണ്ട കോളനി റോഡ് മാർച്ച് മാസത്തിനകം താൽക്കാലിക ഗതാഗത സൗകര്യം ഒരുക്കാൻ കഴിയുമെന്ന് വാർഡംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. റോഡിന്റെ സൈഡ് കെട്ടൽ പ്രവൃത്തി പൂർത്തീകരിച്ചതായും വാർഡംഗം പറഞ്ഞു. 16 ലക്ഷം രൂപ മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 400 മീറ്റർ നെൽവയലിലൂടെ കരിങ്കൽ കൊണ്ട് വശം കെട്ടൽ പൂർത്തീകരിച്ചു കഴിഞ്ഞ മാസങ്ങളായി. കാലങ്ങളായി നടവഴി മാത്രമായിരുന്നു പ്രദേശത്തുകാരുടെ ഏക ആശ്രയം. ഏകദേശം റോഡിനായി 9.5 സെന്റ് നെൽപ്പാടം വാർഡംഗം VM അൻവർ സാദിഖ് സ്വന്തം നിലയിൽ പണം നൽകി വാങ്ങുകയും ബാക്കിയുള്ള സ്ഥലം ഇദ്ദേഹത്തിന്റെ നെൽവയൽ വിട്ടുനൽകുകയും ചെയ്തതോടെയാണ് റോഡെന്ന സ്വപ്നം പൂവണിഞ്ഞത്. മാർച്ച് മാസത്തിനകം റോഡിലുടനീളം മണ്ണ് നിറച്ച് താൽക്കാലികമായി ഗതാഗതം സൗകര്യമൊരുക്കാനാണ് തീരുമാനം. ഇതിനോട് ചേർന്ന് സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന കോഴിച്ചുണ്ട മണ്ണൂർ ജംഗ്ഷൻ റോഡ്, കോഴിച്ചുണ്ട കോളനി എന്നീ ചെറിയ റോഡുകളുടെ പ്രവൃത്തികളും പൂർത്തീകരിച്ച് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയതായും VM അൻവർ സാദിഖ് പറഞ്ഞു. വോട്ടർമാർക്ക് നൽകിയ ഉറപ്പ് പാലിച്ചതായും അൻവർ സാദിഖ് കൂട്ടിച്ചേർത്തു. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, വാഹനം വരുന്ന രീതിയിൽ ഇനി ഇത് മണ്ണിട്ട് നികത്തി അവർക്ക് അവരുടെ വീടിൻ്റെ മുറ്റത്ത് വാഹനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അത് നമ്മൾ എന്ത് പ്രതിസന്ധികളുണ്ടായാലും അത് ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ മണ്ണൂർ ജംഗ്ഷനിൽ നിന്നും കോഴിച്ചോട് ജംഗ്ഷനിലേക്കുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോൺക്രീറ്റ് 2 ദിവസം മുമ്പ് നമ്മൾ പൂർത്തീകരിച്ചു. ഇനി ആലത്തോടി റോഡ് ഒരു മാസത്തിനകം ആലത്തോടി റോഡ് കോൺക്രീറ്റ് ജനറൽ ഫണ്ട് വെച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതും 1 മാസത്തിനകം പൂർത്തീകരിച്ച് കോഴിച്ചുണ്ട കോളനിയിലെ റോഡ് റീകോൺക്രീറ്റ് ചെയ്തു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈ വർഷം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കിഴക്കുംപുറം AJD സ്കൂൾ 89ാം വാർഷികാഘോഷം നടന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. തിരിച്ചറിവ് കൂടി പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം. കാരണം ഈ വളർന്നു വരുന്ന കുട്ടികളാണ് നാളത്തെ നാടിൻ്റെ അഭിമാനം, അല്ലെങ്കിൽ എന്താണ് വാഗ്ദാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടികളിൽ നല്ല സാമൂഹിക ബോധവും നല്ല സത്യസന്ധതയും നല്ല മൂല്യബോധവും അങ്ങനെ ഈ നാടിനെ നല്ല രീതിയിൽ നന്മയോടുകൂടി മുന്നോട്ട് നയിക്കാൻ വാർഡംഗം ഷെഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. അനു എബ്രഹാം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ സ്കൂളിന് സമ്മാനമായി ലഭിച്ച സ്വർണ്ണ നാണയം മണ്ണൂരിലെ അർബുദ രോഗിക്ക് സ്കൂൾ അധികൃതർ കൈമാറി. കല്ലൂർ ബാലനെ ചടങ്ങിൽ അനുസ്മരിച്ചു. A. ഗോപാലൻകുട്ടി മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ ഷെഫീഖ്, PU റജുല, റിട്ടയർഡ് പ്രധാനാധ്യാപിക സുജ, PTA പ്രസിഡന്റ് MA നൌഫത്ത്, സുമയ്യ നിഷാദ്, ജസീന സാദിഖ്, PM യൂസഫ്, കിഷോർ സ്വാമി മങ്കര, സുഭാഷ് മങ്കര, KM അബ്ദുൽ ഹക്കീം എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക K. ശ്രീലേഖ സ്വാഗതവും ജസീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലത്തെ ഭാരതപ്പുഴ കൺവെൻഷന് ഒരുക്കങ്ങളായി. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ പെന്തക്കോസ്ത് സഭകളുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ. ഫെബ്രുവരി 23 വരെയാണ് ഭാരതപ്പുഴ കൺവെൻഷൻ എന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26ാം വർഷം ആഘോഷിക്കുന്ന ഭാരതപ്പുഴ കൺവെൻഷൻ വൈകിട്ട് 6-ന് പാസ്റ്റർ KK വിൽസൺ ഉദ്ഘാടനം ചെയ്യും.
പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലുള്ള പെന്തക്കോസ്ത് സഭകളുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ. സുരേഷ് ബാബു, പാസ്റ്റർ ഫെയ്ദ് ബ്ലസൻ, പാസ്റ്റർ ബാബു ചെറിയാൻ എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തും. സ്റ്റീഫൻ ദേവസി, KB ഇമ്മാനുവൽ, സ്റ്റീഫൻ ഇമ്മാനുവൽ ദേവസി, ഷാരൂൺ വർഗീസ് എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത ശുശ്രൂഷയും വിവിധ ദിവസങ്ങളിൽ നടക്കും. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള വിശ്വാസികളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുക. കൺവെൻഷൻ നാളെ മുതൽ ഞായറാഴ്ച വരെ ഒറ്റപ്പാലം, മായന്നൂർ, ഭാരതപ്പുഴ, മലപ്പുറത്ത് വെച്ച് നടക്കും. പാസ്റ്റർ KK വിൽസൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ബ്രദർ സുരേഷ് ബാബു, പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ, പാസ്റ്റർ അജി ആന്റണി തുടങ്ങിയവർ ബൈബിൾ പ്രഭാഷണങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം 6 മുതൽ 9 മണി വരെ ഉണ്ടായിരിക്കും. സ്റ്റീഫൻ ദേവസി നേതൃത്വം നൽകുന്ന സംഗീത ശുശ്രൂഷ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. പവർവിഷൻ ടീമിൽ പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ KB, അതുപോലെ സ്റ്റീവൻ സാമുവൽ ദേവസി, ഷാരൂൺ വർഗീസ് എന്നിവരും ബ്രദർ സ്റ്റീഫൻ ദേവസിയോടുകൂടി സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. ഭാരവാഹികളായ പ്രസിഡന്റ് പാസ്റ്റർ KK വിൽസൺ, സെക്രട്ടറി PK ദേവസി, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ PK ജോൺസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ കലാകാരന്മാർക്കും കലാകാരികൾക്കും നൽകി വരുന്ന ഫെലോഷിപ്പും എൻഡോവ്മെന്റ് സമർപ്പണവും ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കും. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്നും വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ എന്നിവർ പറഞ്ഞു. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ എൻഡോവ്മെന്റ് സമർപ്പണം നടത്തും. UR പ്രദീപ് MLA വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് സമർപ്പണവും നടത്തും. ചടങ്ങിൽ കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രഗത്ഭരും പങ്കെടുക്കും. കക്കാട് കാരണപ്പാട് ഫെലോഷിപ്പ് അവാർഡ് ചെന്നൈയിൽ പ്രാധാന്യം തെളിയിച്ച സദനം വാസുദേവനും, തകഴി കുഞ്ചുകുറുപ്പ് ഫെലോഷിപ്പ് അവാർഡ് കഥകളി നടൻ കലാമണ്ഡലം KG വാസുദേവനും, പ്രത്യേക ജൂറി പരാമർശം ഫെലോഷിപ്പ് അവാർഡ് മോഹിനിയാട്ടം നർത്തകി കലാക്ഷേത്ര വിലാസിനിക്കും നൽകും. ഇതുകൂടാതെ 22 അവാർഡുകളും മെമന്റോയും പൊന്നാടയും ക്യാഷ് പ്രൈസ് നൽകുമെന്നും വൈസ് ചാൻസലറും രജിസ്ട്രാറും പറഞ്ഞു. നമ്മുടെ 2023 കലാമണ്ഡലം അവാർഡുകൾ 2025 ഫെബ്രുവരി 23 ഞായറാഴ്ച കലാമണ്ഡലത്തിൽ വെച്ച് കൊടുക്കുന്നതാണ്. അത് ഫെലോഷിപ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ അത് വിതരണം ചെയ്യുന്നതാണ്, സമർപ്പിക്കുന്നതാണ്. ഒപ്പം എൻഡോവ്മെൻറ്റിൻ്റെ സമർപ്പണം നമ്മുടെ MP ശ്രീ K രാധാകൃഷ്ണൻ, വിദ്യാർത്ഥികൾക്കായിട്ടുള്ള എൻഡോവ്മെൻറ്റിൻ്റെ സമർപ്പണം നമ്മുടെ MLA ശ്രീ UR പ്രദീപ് എന്നിവർ നിർവഹിക്കുന്നതാണ്. അന്ന് കൂടുന്ന യോഗത്തിൽ നമ്മുടെ ഇവിടുത്തെ EB മെമ്പർമാരും മറ്റ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരും ഒക്കെ ചേർന്നിട്ടുള്ളൊരു യോഗത്തിലാണ് ഇത് കൊടുക്കുന്നത്. ഇത്തവണത്തെ അവാർഡ് കക്കാട് കാരണപ്പാട് ഫെലോഷിപ്പ് ശ്രീ സദനം വാസുദേവന്, തകഴി കുഞ്ചുകുറുപ്പ് ഫെലോഷിപ്പ് ശ്രീ കലാമണ്ഡലം KG വാസുദേവൻ, കഥകളി വേഷത്തിൽ പ്രഗത്ഭനായിട്ടുള്ള ശ്രീ KG വാസുദേവനുമാണ് കൊടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സൊലസ് പാലക്കാട് 9ാം വാർഷികം ഫെബ്രുവരി 23 പട്ടാമ്പിയിൽ നടക്കും. സ്നേഹാർദ്രമായി എന്ന പേരിൽ പട്ടാമ്പി പിഷാരഡീസ് ഓഡിറ്റോറിയത്തിലായിരിക്കും ആഘോഷ പരിപാടികൾ. വൈകിട്ട് 5-ന് മുഹമ്മദ് മുഹസിൻ MLA വാർഷികം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയിൽ സൊലസ് സ്ഥാപക സെക്രട്ടറി ഷീബ അമീർ അധ്യക്ഷത വഹിക്കും. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിന് ശേഷം ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെ പ്രസിദ്ധരായ ഭവിൻ, നവനീത എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്നുമുണ്ടാകും. 2016 ജനുവരി 3 പട്ടാമ്പിയിലാണ് സൊലസ് പ്രവർത്തനം ആരംഭിച്ചത്. 550-ൽ അധികം ദീർഘകാല രോഗങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് സാന്ത്വനമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. സൊലസിന്റെ പ്രവർത്തനങ്ങൾ സമൂഹ മനസാക്ഷിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും കുട്ടികളുടെ പരിചരണത്തിനാവശ്യമായ തുക കണ്ടെത്തുന്നതിനുമാണ് സ്നേഹാർദ്രമായി എന്ന പേരിൽ വാർഷികാഘോഷം നടത്തുന്നത്. ദീർഘകാല രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികളുടെയും കുടുംബങ്ങളുടെയും
സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി സേവന പദ്ധതിയോടെ 17 വർഷമായി സൊലസ് തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. പട്ടാമ്പിയിൽ നമുക്കറിയാം, സൊലസ് കഴിഞ്ഞ 9 വർഷമായിട്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ സൊലസിൻ്റെ 9ാം വാർഷികമാണ് ഇപ്പോൾ ഈ ജനുവരി നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അത് 1 മാസം വൈകി ഫെബ്രുവരി 23 സൺഡേ വിഷാദരീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു സംഗീത സദ്യയോടെ അവതരിപ്പിക്കുകയാണ്. കേരളത്തിലെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിമായിട്ടുള്ള ശ്രീ പ്രവീൺ ആൻഡ് ടീമാണ് ഈ സംഗീത സദ്യ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സൊലസിൻ്റെ കഴിഞ്ഞ എല്ലാ വാർഷികങ്ങളും നമുക്കറിയാം, ഒരു പ്രോഗ്രാമായിട്ട് ജനങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാം ഒരു പ്രോഗ്രാം നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഗീത സദ്യ അവതരിപ്പിക്കുന്നത്. സൊലസ് ട്രസ്റ്റ് അംഗം EK ബാബു, കൺവീനർ അനു സുരേഷ്, വി ചന്ദ്രമോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. PSC അംഗങ്ങളുടെ ശമ്പളം കുത്തനെ കൂട്ടിയിരിക്കുന്നു. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ 1.6 ലക്ഷം രൂപയിലേറെ വർധന വരുത്താനാണ് മന്ത്രിസഭാ തീരുമാനം. ആശാവർക്കർമാർക്ക് തുച്ഛമായ വേതന വർധനവ് അനുവദിക്കാത്തതും ഇതേ സർക്കാരാണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. PSC അംഗങ്ങളുടെ ശമ്പളം ഇപ്പോൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ? മാറ്റൊലിയിലേക്ക്. കേരളത്തില് PSC ജീവനക്കാരുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ആളുകളുടെയൊക്കെ ശമ്പളം കൂടി കൊടുക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റു മേഖലകളിലെ പല ആളുകളും സമരത്തിലാണ്. അവർക്ക് വേതനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പെൻഷൻ, ശമ്പളം ഇതൊക്കെ കൂട്ടിക്കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ വല്ലാത്തൊരു ഇതാണ് നടക്കുന്നത്. കാരണം അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൂട്ടിക്കൊടുക്കുകയും ആവശ്യക്കാർക്ക് കൂട്ടിക്കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ആശാവർക്കർമാരുടെ കാര്യം എങ്ങനെയാണ്? ഇപ്പോൾ കുറേ നാളുകളായിട്ട് സമരവുമായിട്ട് ബന്ധപ്പെട്ട് നാളാണ് പോകുന്നത്. അത് അവിടെ അങ്ങോട്ട് നിൽക്കുന്നില്ല. വ്യവസായ മേഖലകളുണ്ട്, തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഈ വൺ സൈഡായിട്ട് പോകുന്ന പോക്ക് അത്ര ശരിയല്ല എന്നാണ് പറയുന്നത്. മാറ്റൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ CPIക്കും RJDക്കും രമേശ് ചെന്നിത്തലയുടെ രൂക്ഷ വിമർശനം. ഇടതുമുന്നണി യോഗത്തിൽ ഇരു പാർട്ടികളും പാലിച്ച മൗനം നട്ടല്ലില്ലായ്മ. മദ്യക്കമ്പനിയെ ആദ്യം മുതൽ എതിർക്കുന്നവർ നിലപാട് മാറ്റിയത് അഴിമതി പണത്തിന്റെ പങ്കുപറ്റിയാണോ എന്ന് വ്യക്തമാക്കണം. MP രാജേഷിന് മന്ത്രിപ്പണിക്കൊപ്പം മദ്യക്കമ്പനിയുടെ PRO പണിയും. പിണറായി വിജയൻ പറഞ്ഞതൊന്നും ഇന്നുവരെ നടന്നിട്ടില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. എലപ്പുള്ളി മദ്യക്കമ്പനി വിഷയത്തിൽ CPM UDFുമായി ധാരണയുണ്ടാകുമോ എന്ന് സംശയമുണ്ട്. ശശി തരൂർ മാത്രമല്ല, VD സതീശനും പിണറായിയെ അംഗീകരിക്കുന്നു. പന്നി പറ്റതുപോലെയാണ് കേരളത്തിൽ PSC എന്നും ശമ്പള വർധനവ് ഭീകരക്കൊള്ളയെന്നും K സുരേന്ദ്രൻ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രചരണം ശക്തമാക്കി CPM. 25-ന് നടത്തുന്ന പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം ഏരിയ തലത്തിൽ കാൽനട ജാഥകൾ. സമ്പന്നരോടുള്ള വിധേയത്വം വെളിപ്പെടുത്തുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഖ. ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ KCBC. സർക്കാർ യുവാക്കളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ബ്രൂവറി വിഷയത്തിൽ നിലപാട് മാറ്റിയില്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരം ആരംഭിക്കുമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ബിഷപ്പ് യുഹനോൻ മാർ ഡയഡോസ്. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ 5 പേർ പിടിയിൽ. പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത് തിരുവല്ലോമല, പാലക്കാട് സ്വദേശികൾ. പതിവായി പന്നികളെ പിടികൂടി ഇറച്ചി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ അംഗങ്ങളാണ് അറസ്റ്റിലായവരെന്ന് പോലീസ്. വള്ളുവനാടൻ ഉത്സവക്കാഴ്ചയുടെ സമഗ്ര സൗന്ദര്യമായി കാട്ടുകുളം പരിയാനംപറ്റ പൂരം. കാവിലേക്കൊഴുകിയെത്തിയത് ദൃശ്യവിസ്മയങ്ങളുടെ അപൂർവ ചാരുത. 14 ദേശങ്ങൾക്ക് ഇനി അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പും ഒരുക്കങ്ങളും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.